ഹായ് ഗൈസ്, മൈ മൈൻഡ് ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ കൊണ്ടുള്ള ചെറിയൊരു കേക്കാണ്. അതിനായിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെ ഒരു പാക്കറ്റ് പാല്, കുറച്ച് പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇത് വെച്ചിട്ടാണ് ഞാൻ ഓറിയോ കേക്ക് ഉണ്ടാക്കുന്നത്. ചെയ്യേണ്ടത് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കണം. ഇതിനായിട്ട് ബിസ്ക്കറ്റ് പൊടിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് വെക്കാം. ഒരു പാക്കറ്റായി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഇടുന്നുണ്ട്. 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഇത്രയും ഓറിയോ ബിസ്ക്കറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇവിടെ രാവിലെ 7 മണിക്ക് കറണ്ട് പോയതാണ്. രാത്രി 7 മണിയൊക്കെ ആകും കറണ്ട് എത്താനും. അപ്പോൾ ഈ ബിസ്ക്കറ്റ് മിക്സിയിൽ പൊടിച്ചെടുക്കുക പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ അമ്മിയിൽ വെച്ച് നല്ലോണം പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുക്കുന്ന നേരം നല്ല മഷി പോലെ അരച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇത് പാല് ചേരുള്ളൂ. നന്നായിട്ട് പൊടിച്ചെടുക്കണം. കുറുമ്പൊന്നും കയറാതെ നോക്കണം. മധുരമുള്ളതാണല്ലോ ബിസ്ക്കറ്റ്. ക്രീമുള്ളത് കൊണ്ട് കുറച്ച് പ്രയാസമാണിത്. നല്ല സൂക്ഷിച്ച് വേണത് പൊടിച്ചെടുക്കാൻ. ഇത് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുറത്തൊന്നും ആയി പോകരുത്. ഈ ഉറുമ്പ് കയറാതെ സൂക്ഷിക്കണം. ബിസ്ക്കറ്റിന് നല്ല മധുരമാണല്ലോ. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഉറുമ്പുകളൊന്നും നമ്മി കയറാതെ സൂക്ഷിക്കണം. കറണ്ട് വരുന്നത് വൈകുന്നേരമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അമ്മിയിലിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഏകദേശം അത് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അരച്ചാൽ ഒന്നുകൂടി പൊടിഞ്ഞ് കിട്ടും. 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് കണ്ടപ്പോൾ ഇത്രയും പൊടി കിട്ടുമെന്ന് വിചാരിച്ചില്ല. നല്ലോണം പൊടിയുണ്ട്. രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിലേക്ക് 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്. കറണ്ടില്ലാത്തതിനാണ് അമ്മിയിൽ വെച്ച് പൊടിച്ചെടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ പൗഡർ പോലെ പൊടിയണം. നല്ലൊരു മണമാണ് ഏലക്കായും പഞ്ചസാരയൊക്കെ കൂട്ടി പൊടിക്കുന്നേരം. മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞേരെ പണി. ഇത് അമ്മി വെച്ച് അരച്ച് നല്ല പൗഡർ പോലെ ആക്കിയെടുക്കണം. കറണ്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അമ്മി വെച്ച് പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. പൊടിച്ച ഈ പഞ്ചസാരയും ഏലക്കയും കൂടിയുള്ള ഈ പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബിസ്ക്കറ്റ് പൊടിയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം.
സോഡ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ മിൽക്ക് നമുക്ക് ഈ പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. കുറച്ച് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഒന്നിച്ച് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യരുത്. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. കൊണ്ടിരിക്കുന്ന നേരം അധികം ലൂസാകാതെ നല്ലൊരു തിക്ക് കിട്ടും. നമുക്ക് ഇളക്കുന്നേരം തന്നെ മനസ്സിലാകും. അധികം ലൂസായി പോകാതെ നന്നായിട്ട് നല്ല തിക്ക് കിട്ടുന്നത് പോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ പേപ്പർ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയിലൊന്നും പിടിക്കാതെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് അതൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് കറക്കിയെടുക്കണം. ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമുക്ക് വേണ്ടാത്തൊരു പഴയ പ്ലേറ്റ് വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാകട്ടെ. നമുക്ക് ഈ മാവ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. ഇപ്പം എയറൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തട്ടി കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. വിസിലിടണ്ട. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇനി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റൗ കത്തിക്കുമ്പോൾ അത് ലോ ഫ്ലെയിമിലാണ് കത്തിക്കേണ്ടത്. കൂട്ടിയിടരുതും. അപ്പം കൂട്ടിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അരമണിക്കൂറായി. നമുക്ക് കേക്ക് റെഡിയായെന്ന് നോക്കാം. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇത് തണിയാൻ വേണ്ടി നമുക്ക് 10 മിനിറ്റ് മാറ്റി വെക്കാം. തണിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റായി. നല്ലോണം വിട്ട് കിട്ടുന്നുണ്ട് കേക്ക്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല തിക്കിൽ വന്നിട്ടുണ്ട് കേക്ക്. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. അപ്പം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.